Okay, dear children, നമുക്ക് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വരുന്നത്. അതിൽ വേറൊരു പോയിൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കാറ്റഗറിയാണ്. വൈൽ ലൂപ്പ് നമ്മൾ ഇന്നലെ ക്ലിയറായിട്ട് പഠിച്ചു. ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് രണ്ട് കാറ്റഗറി ഉണ്ട്. അത് ഒന്ന് എൻട്രി കൺട്രോൾ ലൂപ്പ്, രണ്ട് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയാം. അപ്പോൾ എൻട്രി കൺട്രോൾ ലൂപ്പിൽ എൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പോയിൻറ്റ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ആദ്യത്തെ കേസിൽ തന്നെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ എൻട്രി കൺട്രോൾ ലൂപ്പിലാണ് ഒരു പ്രോഗ്രാം എഴുതിയതെങ്കിൽ ആ കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും ആ ബോഡി എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചിലപ്പോൾ ഫോൾസ് ആയിട്ടുള്ള കേസായിരിക്കും വന്നിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ ബോഡി എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നില്ല. എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പ് ബോഡി ആദ്യം തന്നെ എക്സിക്യൂട്ട് ചെയ്യും. ആദ്യം ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും, എന്നതിന് ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എക്സിറ്റ് ചെയ്യുന്നിടത്താണ് കണ്ടീഷൻ ഉള്ളത്. അപ്പം ആദ്യം ബോഡി എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പം അത് ട്രൂ ആണെങ്കിൽ മാത്രം ആ ബോഡി വീണ്ടും ആ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുന്നു. ഇതിൽ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓരോ പോയിൻ്റ് നോക്കാം. എൻട്രി കൺട്രോൾ ലൂപ്പിൻ്റെ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് ഫസ്റ്റ്. അപ്പോൾ ആദ്യം ടെസ്റ്റ് എക്സ്പ്രഷനാണ്, പിന്നെ ഇനീഷ്യലൈസേഷൻ ഓഫ് കൺട്രോൾ വേരിയബിളാണ് ആദ്യം ചെയ്യുന്നത്. അതെല്ലാത്തിലും കോമൺ ആണ്. പക്ഷേ ഞാൻ അതിൻ്റെ അടുത്ത പോയിൻ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കൺട്രോൾ വേരിയബിൾ ഇനീഷ്യലൈസ് ചെയ്യാതെ ലൂപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അത് എല്ലാ ലൂപ്പിൻ്റെയും ഫസ്റ്റ് അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് മാറ്റങ്ങളുള്ളതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് ഫസ്റ്റ്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നു. പിന്നെ സെക്കൻഡ്, ഇഫ് ഇറ്റ് ഈസ് ട്രൂ then body will execute it, otherwise stop the loop execution. അപ്പോൾ ട്രൂ ആണെങ്കിൽ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു, ഫോൾസ് ആണെങ്കിൽ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഓക്കെ, ഇനി അപ്പോൾ അങ്ങനെയാണെങ്കിൽ മിനിമം നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് ലൂപ്പ് ബോഡി ഈസ് 0. അപ്പോൾ മിനിമം നമ്പർ ഓഫ് ഒക്കറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്ന നമ്മളുടെ ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റുന്നത് 0 ആണ്. കാരണം ഇത് എന്താവാം, കണ്ടീഷൻ ഫസ്റ്റ് തന്നെ ഫോൾസ് ആവാം. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇനി എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ എക്സിക്യൂട്ട് ദ ബോഡി ഫസ്റ്റ്. ആദ്യം തന്നെ ബോഡി അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യും, ദെൻ ചെക്ക് ദ കണ്ടീഷൻ. അതിന് ശേഷം ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്നു. ഇഫ് ഇറ്റ് ഈസ് ട്രൂ ലൂപ്പ് വിൽ കണ്ടിന്യൂ. ആദ്യം എന്ത് ചെയ്യുന്നു, ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു, പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, പിന്നെ അത് ട്രൂ ആണെങ്കിൽ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മിനിമം നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് ലൂപ്പ് ബോഡി ഈസ് 1 ആണ് അല്ലേ. അപ്പോൾ ഇതാണ് രണ്ട് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കാറ്റഗറി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാനുള്ളത്, എക്സാമ്പിൾ ഇവിടെ ഉള്ളത് വൈൽ ഒരു എൻട്രി കൺട്രോൾ ലൂപ്പാണ്. ഇനി നമ്മുടെ പേരെഴുതാം. ഒന്ന് വൈൽ, രണ്ട് ഫോർ നമുക്കിനി പഠിക്കാനുള്ളതാണ്. ഇവിടെ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഡു വൈൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ 3 ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റാണ്. മൂന്നിൻ്റെയും കാറ്റഗറി നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. എക്സിറ്റ് കൺട്രോൾ ലൂപ്പും എൻട്രി കൺട്രോൾ ലൂപ്പും ഇങ്ങനെയാണ്. അതിൻ്റെ പോയിൻറ്റ്സ് ഇങ്ങനെയാണ്. ആദ്യം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് എൻട്രി കൺട്രോൾ ലൂപ്പുമാണ്. ലാസ്റ്റ് അതായത് ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്നത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പുമാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. നെക്സ്റ്റ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടുള്ള 4 സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് പഠിക്കാം. 4 സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. അപ്പം 4 സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതിൽ പോയിൻ്റ് പറയാനുള്ളത് ഇറ്റ് ഈസ് ഓൾസോ എ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് പിന്നെന്താണ്, ഇതൊരു എൻട്രി കൺട്രോൾ ലൂപ്പാണ്.
it is an entry controlled, നമ്മൾ നേരത്തെ പറഞ്ഞു കൺട്രോൾഡ് ലൂപ്പാണ് അല്ലേ. പിന്നെ വേറെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഫോർ ലൂപ്പ് ഇതൊക്കെ നമ്മൾ പഠിച്ചു. എന്താണ്, ലൂപ്പ് എല്ലാം ഏകദേശം സെയിം തന്നെയാണ് കേട്ടോ. വർക്കിംഗ് എല്ലാം സെയിമാണ്, അതിൻ്റെ സ്ട്രക്ചറിൽ മാത്രം ചെറിയൊരു വേരിയേഷനുള്ള. അപ്പോൾ ആ സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇതൊരു ലൂപ്പാണ്. എന്താ പറയുക, എന്തായാലും ഒരു ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്യാൻ 4 എലമെൻറ്റ്സ് ഉണ്ടാവും നമുക്കറിയാം. അപ്പോൾ 4ൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ 4 എന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെയാണ് ഈ 4 എലമെൻറ്റിലെ 3 നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഒരു എലമെൻറ്റ് മാത്രമാണ് പുറത്ത്. അപ്പോൾ ഈ പുറത്തുള്ള എലമെൻറ്റ് എന്തായിരിക്കും, ബോഡി ആയിരിക്കും. ബാക്കിയെല്ലാം എന്താണ്, 4ൻ്റെ കൂടെയാണ്. അപ്പോൾ അതാണ് അടുത്ത പോയിൻ്റ്. എന്താണ്, all elements except body are placed together in 4 statements. അപ്പോൾ 4 സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ നമ്മൾ ബോഡി അല്ലാത്ത ബാക്കി 3 എലമെൻറ്റിനെയും ഒന്നിച്ച് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ സിൻറ്റാക്സ് പഠിക്കണം. എന്താണ് സിൻറ്റാക്സ് നോക്കാം. അപ്പോൾ സിൻറ്റാക്സ് നോക്കാം. സിൻറ്റാക്സ് എന്താണ് നോക്കാം. ഫോർ ക്യാപിറ്റൽ അല്ല കേട്ടോ, സ്മോളാണ്. 4 ഇനീഷ്യലൈസേഷൻ ഓഫ് കൺട്രോൾ വേരിയബിൾ ഇതിവിടെ എഴുതാൻ സ്ഥലം ഉണ്ടാവില്ല. എന്നിട്ടൊരു സെമിക്കോളൻ നേരെ തന്നെ എഴുതണ്ട കേട്ടോ, കാരണം നമ്മൾ സിൻറ്റാക്സ് എഴുതുമ്പോൾ കുറച്ച് ലെങ്തിയാണ്, പക്ഷേ നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ വളരെ ചെറുതായിരിക്കും. പിന്നെ അടുത്തത് ടെക്സ്റ്റ് എക്സ്പ്രഷൻ, പിന്നെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ബ്രേസ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ ബോഡി ഓഫ് ദ ലൂപ്പ്. ഓക്കെ, ഇനി ബ്രേസ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയായിരിക്കും സിൻറ്റാക്സ്. ആദ്യം 4ൻ്റെ കൂടെ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, 4ൻ്റെ കൂടെ 3 എലമെൻ്റ് ഉണ്ടാവും. പിന്നെ ലൂപ്പ് അതിൻ്റെ ബോഡി നമ്മൾ 4ാമത്തെ എലമെൻ്റ് നമ്മളതിൻ്റെ ഉള്ളിലായിട്ട് എഴുതുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചറ്. നമുക്കടുത്ത് നോക്കാം, അതിനൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമ്മൾ 4 എക്സിക്യൂഷൻ എല്ലാം സെയിം ആണ്. ഈ 4 എലമെൻറ്റ്സിൻ്റെ എക്സിക്യൂഷൻ നമ്മൾ വയലിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ. അപ്പം ഒരു എക്സാമ്പിൾ, പ്രിൻ്റ്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലൂപ്പിന് പഠിക്കാനുള്ള പ്രിൻ്റ് 1 to 10 അല്ലേ, യൂസിങ് ഫോർ ലൂപ്പ്. അപ്പോൾ 1 to, അപ്പോൾ നമുക്കിവിടെ അറിയാം എല്ലാം 4ൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതിയാൽ മതി, 4 ഇൻറ്റ് i ഈക്വൽ ടു എന്താണ്, 1 ആണ് അല്ലേ. അപ്പോൾ 1 അത് ഇനീഷ്യലൈസേഷന്. പിന്നെ നമുക്ക് സെമിക്കോളൻ ഇട്ടിട്ട് കണ്ടീഷൻ പറയണം, i ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 അല്ലേ. പിന്നെ നമ്മൾ അപ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ കഴിഞ്ഞു, സെമിക്കോളൻ i പ്ലസ് പ്ലസ്. ഇനി ബോർഡിൽ നമുക്ക് പ്രിൻ്റ് ചെയ്യാനുള്ളത്, അപ്പോൾ സി ഔട്ട് i എന്ന് കൊടുക്കുക. ഇത്രയാണ് ഒരു ഫോർ ലൂപ്പ് 1 to 10. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു തവണ ഇത് എക്സിക്യൂട്ട് ചെയ്യും, ഇത് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. പിന്നെ എന്ത് ചെയ്യും, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. പിന്നെ അതിൻ്റെ ശേഷം ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, പിന്നെ ഇത് തേർഡ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, ഇങ്ങനെ ഇങ്ങോട്ട് വരും.
ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം അപ്ഡേഷനിലേക്ക് പോകും. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ I1 ആദ്യം 1 പ്രിൻ്റ് ചെയ്തു, പിന്നെ എന്ത് ചെയ്യും 1, പിന്നെ I++ ആയി, പിന്നെ അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ് വരിക, പിന്നെ ഇങ്ങോട്ട് പോവില്ല. ഇത് ഒരു ഒറ്റ തവണ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. പിന്നെ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് I2 ആയല്ലോ, അപ്പോൾ <10 ആണെന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും അത് പിന്നീട് അടുത്ത എക്സിക്യൂഷൻ പിന്നെ ബോഡിയിലേക്ക് വരും. പിന്നെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും അണ്ടിൽ ഇറ്റ് അപ്രോച്ച് അല്ലെങ്കിൽ ഇറ്റ് എക്സീഡ്സ് 10 എക്സീഡ് ചെയ്യുന്നവരെ അത് അപ്പം 1, 2, 3 അങ്ങനെ 10 വരെ പ്രിൻ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് പ്രിൻ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വൈൽ ലൂപ്പ് പഠിച്ചപ്പോൾ അറിയാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, ഇനിഷ്യലൈസേഷൻ ഒരു തവണ ചെയ്യുള്ളൂ, നമ്മൾ ലൂപ്പ് പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞു. പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, പിന്നെ ബോഡി, പിന്നെ അപ്ഡേഷൻ. അപ്പോൾ വൈലിൻ്റെ അതുപോലെ തന്നെയാണ്, പക്ഷേ എലമെൻറ്റ്സ് നമ്മൾ പ്ലേസ് ചെയ്ത് വേറെ സ്ഥലത്താണ്. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇനി നമ്മൾ 1 to 10 എന്നുള്ളത് 10 to 1 ആക്കാം. അപ്പോൾ അതിങ്ങനെ വരും 4 × I = 10 ആണ് അല്ലേ, 10 to, അപ്പോൾ I > 1. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, I മൈനസ് കൊടുക്കേണ്ടി വരും. എന്നിട്ട് ആദ്യം 10 അല്ലേ, പിന്നെ 9 അല്ലേ വരേണ്ടത്. അപ്പോൾ സി ഔട്ട് I. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. അപ്പോൾ 4 എന്താണ്, ഞാൻ വയലിന് തന്ന എല്ലാ എക്സാമ്പിളും നിങ്ങൾ 4ലേക്ക് മാറ്റി നോട്ടിൽ എഴുതണം. വേറെ അതിൽ കൂടുതലൊന്നും പഠിക്കാനില്ല. പിന്നെ 4ന് നമ്മൾ ഒരു കൗണ്ടർ ലൂപ്പ് എന്നും കൂടെ പേരുണ്ട്. കാരണം എന്താണ്, അത് നമുക്കൊരു കൗണ്ടർ ആയിട്ട് സെറ്റ് ചെയ്യാം. എപ്പോഴും ഒരു കൺട്രോൾ വേരിയബിൾ ഇതിലുണ്ടാവും, ഇതിൻ്റെ കൂടെ ഉണ്ടാവും. നമുക്കത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി 4ൻ്റെ ഡിഫറെൻറ്റ് വേരിയേഷൻസാണ്. നമുക്ക് 4ൻ്റെ കോഡ് സെഗ്മെൻറ്റ് സ്പെഷ്യൽ കേസസിൽ വരാറുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾ എക്സാമ്പിൾസൊക്കെ വയലിൻ്റെ ചെയ്തത് ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ വേരിയേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരാം. 4 ഇങ്ങനെ വരാം. 4 I = 1, I <10 < 10, I++. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു സെമിക്കോളന് വരും. എന്നിട്ട് സി ഔട്ട് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താ. ഇവിടെ സെമിക്കോളൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഔട്ട്പുട്ട് നിങ്ങൾക്കറിയാം 1 മുതൽ 10 വരെ ആണെന്ന്. ഇവിടെ സെമിക്കോളൻ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ നമ്മളെ ഈ ഐയെ ഇങ്ങനെ അപ്രോച്ച് ചെയ്തിട്ട് ഈ കണ്ടീഷൻ എപ്പോഴാണോ ഫോൾസ് ആകുന്നത് ആ സമയത്താണ് ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് കിടക്കുക. അപ്പോൾ ഇത് ലൂപ്പിൻ്റെ ബോഡി ആയിട്ടല്ല വരിക. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും ലൂപ്പിൻ്റെ ബോഡിയാണ്. അപ്പോൾ ബോഡി ആയിട്ടല്ല, എക്സിറ്റ് ചെയ്താൽ ഐയുടെ വാല്യൂ എന്താണോ അതായിരിക്കും ഔട്ട്പുട്ടായിട്ട് വരിക. അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും, 10 വരെ എന്താണ് ഇത് വർക്ക് ചെയ്യണമല്ലോ, = 10 വരെ. 10 ആവുമ്പം വീണ്ടും I++ ചെയ്യുമ്പോൾ 11 ആവുമ്പോഴാണ് ഈ കണ്ടീഷൻ ഫോൾസ് ആവുക. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, ഔട്ട്പുട്ട് 11 ആയിരിക്കും. ഇതാണ് ആൻസർ. അപ്പോൾ ഇങ്ങനെ 1 വേർഡൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ച് 10 എന്നൊക്കെ എഴുതും, അല്ലെങ്കിൽ 1, 2, 3 1 to 10 എന്ന് എഴുതും, 1 to 10. അപ്പോൾ ഇവിടെ സെമിക്കോളൻ ഉള്ളതാണ് വില്ലൻ. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അത് ബോഡി ഇല്ലാതെ ഇതിങ്ങനെ വർക്ക് ചെയ്യും. ഇത് ബോഡി അല്ല. ഓക്കെ, ബോഡി ഇല്ലാത്ത, അപ്പോൾ ഇതിന് വിത്തൗട്ട് ബോഡിയാണിത്, വിത്തൗട്ട് ബോഡിയാണ് ഈ ലൂപ്പ്. അപ്പോൾ സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്, അത് ബോഡി ഉണ്ടാവില്ല അതിന്. അപ്പോൾ അത് അടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ലൂപ്പ് കംപ്ലീറ്റ് ആയതിന് ശേഷം പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്തില്ല, ദർ ഈസ് നോ ലൂപ്പ് ബോഡി കേട്ടോ. ഓക്കെ, ഇനി വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു കേസാണ്. രണ്ടാമത്തെ കേസ് നമുക്ക് പറയാനുള്ളത്, ഇപ്പം 4 I = 1, I < 10 എന്ന് പറഞ്ഞിട്ട് ഞാൻ
ആ ഇങ്ങനെ കൊടുക്കുകയാണ്, എന്നിട്ട് സി ഔട്ട് എൻ എന്ന് പറയാം. സി ഔട്ട് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും, എപ്പോഴും 1 തന്നെ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, അപ്ഡേഷൻ ഇല്ലല്ലോ. 10 എപ്പോഴും 10 1 പ്രിൻ്റ് ചെയ്യും ഈ കേസാണെങ്കിൽ. വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ i = 1 സെമിക്കോളൻ ഇട്ടു, പിന്നെ ഞാൻ i++ എന്ന് പറഞ്ഞു, എന്നിട്ട് സി ഔട്ട് i എന്ന് പറഞ്ഞു. അങ്ങനെ പറയുകയാണെങ്കിൽ എന്താണ്, i 1 കഴിഞ്ഞ് 2 ആയി 3 ആയി 4 ആയി ഇത് നിൽക്കുന്ന ഒരു പ്രോസസ്സില്ല. അപ്പോൾ ഇതെന്താണ്, ഇത് റിപ്പീറ്റഡായിട്ട് സെയിം ഡാറ്റ പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് സെയിം ഡാറ്റ. ഇതിൻ്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതായത് ഇത് ലൂപ്പ് എൻഡ് ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ ഒരു മിസ്സിങ് ഉണ്ട്, ടെസ്റ്റ് എക്സ്പ്രഷൻ്റെ മിസ്സിങ് ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഈ ലൂപ്പിനെ പറയുന്ന പേരാണ് ഇൻഫിനിറ്റ് ലൂപ്പ്. ഈ ലൂപ്പ് അങ്ങനെ വർക്ക് ചെയ്ത് സ്റ്റോപ്പ് ആവില്ല, ഇതങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഇൻഫിനിറ്റ് ലൂപ്പ് എന്ന് പറയും. ഓക്കെ, ഇതും പിന്നെ 1 പ്രിൻ്റ് ചെയ്ത് ഇതും ഒരു ഇൻഫിനിറ്റ് ലൂപ്പ് തന്നെയാണ്. എന്താ പറയുക, ഇൻഫിനിറ്റ് ലൂപ്പ് തന്നെയാണ്. കാരണം ഒരിക്കലും 10 അപ്രോച്ച് ചെയ്യില്ല, i അപ്ഡേറ്റ് ചെയ്യുന്നില്ലല്ലോ, 1 തന്നെ അങ്ങനെ പ്രിൻ്റ് ചെയ്തിട്ട് പോകും. അപ്പോൾ അതും ഇൻഫിനിറ്റ് ലൂപ്പാണ്. ഇനി നാലാമത്തെ ഒരു കേസ് നമുക്ക് അടുത്ത ഇങ്ങനെ വരാൻ, ആദ്യത്തെ പോർഷനില്ല, i < 10 i++. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇനീഷ്യലൈസേഷൻ ഇല്ല. അപ്പോൾ അതിൽ ആദ്യം എന്താണോ വാല്യൂ ഉണ്ടായത് അത് 10നേക്കാളും താഴെ ആണെങ്കിൽ മാത്രം ഇവിടെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ എന്താവില്ല, ബോഡി എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പോൾ അത് ഫോൾസായിട്ട് എക്സിറ്റ് ആവും. അപ്പം പിന്നെ ഗ്രേറ്റർ ആണ്, അപ്പോൾ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യാതെ പുറത്തേക്ക് കിടക്കും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു 3-4 കേസ് ഫോറിന് വരാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഇൻഫിനിറ്റായിട്ട് പോകുമ്പോൾ എന്താണ്, എലമെൻറ്റ്സ് നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ ഇൻഫിനിറ്റായിട്ട് പോകും, ലൂപ്പ് ഒരിക്കലും നമ്മളെ പ്രോഗ്രാം എൻഡ് ചെയ്യില്ല. അപ്പോൾ അത് ഫോറിൽ സെഗ്മെൻറ്റുകൾ, അതായത് 4 സെഗ്മെൻറ്റ് എഴുതുമ്പം അതിലെല്ലാ എലമെൻറ്റ്സും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം നമ്മൾ. ഓക്കെ, ഇത്രയാണ്.